സോ നമ്മൾ നോക്കാൻ പോകുന്ന ടെസ്റ്റ് ഫോർ മെഡിസിൻ പ്ലാന്റ് 2ന്റെ പോർഷൻ ആണ്. ഇവിടെ നമ്മൾ കൂടുതലായിട്ട് ക്രൂഡ് ഡ്രഗ്സിന്റെ ഇവാലുവേഷൻ ആണ് നോക്കാൻ പോകുന്നത്. സോ നമ്മൾ ഡ്രഗ് എപ്പോഴും ഇവാലുവേറ്റ് ചെയ്യുന്നത് ഐഡന്റിറ്റി, പ്യൂരിറ്റി, ക്വാളിറ്റി വെച്ചിട്ടായിരിക്കും. അത് മാത്രമല്ല ചില സമയത്ത് ബയോ കെമിക്കൽ വേരിയേഷൻസ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രഗിന്റെ ഡീറ്റോറിയേഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഡ്രഗ് ഡിറ്റക്ട് ചെയ്യേണ്ടതും അത്യാവശ്യമായി വരും. അപ്പോൾ ഈ ഒരു സമയത്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ, അഡൾട്രേഷൻ എന്ന് പറയുന്ന വാക്കുകൾക്ക് കൂടുതൽ പ്രസക്തി വരിക. അതായത് ചില ഡ്രഗുകളൊക്കെ കൂടുതലായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ടും അഡൾട്രേറ്റും ചെയ്യാറുണ്ട് ഇൻ ദ സെൻസ് ഓഫ് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇവിടെ ചോദ്യം വരുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് മെത്തഡ് ഓഫ് ഡ്രഗ് ഇവാലുവേഷനിലാണ് ഓർഗാൻലെപ്റ്റിക് അല്ലെങ്കിൽ മോർഫോളജിക്കൽ ഇവാലുവേഷൻ എന്ന് പറയും. ഇവിടെ കളർ, ഓർഡർ, ടേസ്റ്റ്, സൈസ്, ഷേപ്പ്, ടെക്സ്ചർ വെച്ച് നോക്കാനായിട്ട് പറ്റും. ഇവിടെ കെമിക്കലോ അല്ലെങ്കിൽ ബയോളജിക്കലി നോക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസിൽ നോർമലി ഒരു ബയോളജിക്കലി എങ്ങനെയാണ് ഒരു സാധനം ഉണ്ടാവുക അല്ലെങ്കിൽ അനട്ടമിക്കലി എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് മാത്രം നോക്കുവാണ് ചെയ്യുക. അല്ലാതെ കെമിക്കലി ഒന്നും നമ്മൾ നോക്കില്ല. അത് മൈക്രോസ്കോപ്പി ഒന്നും നോക്കുന്നില്ല എന്നുള്ളതാണ്. മോർഫോളജിക്കൽ കാറ്റഗറി മാത്രം നോക്കും എന്നുള്ളതാണ്. കളർ, ഓർഡർ, ഷേപ്പ്, ഫ്രാക്ചർ, ടേസ്റ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നോക്കണ്ടാവുക. ഞാൻ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് വായിച്ചു നോക്കാം. സോ ഫിസിക്കൽ ഇവാലുവേഷനിൽ നമ്മൾ എപ്പോഴും നോക്കുന്നത് മോയ്സ്ചർ കണ്ടന്റ്, വിസ്കോസിറ്റി, മെൽറ്റിംഗ് പോയിന്റ്, സോലബിലിറ്റി, ഒപ്റ്റിക്കൽ റൊട്ടേഷൻ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ആഷ് വാല്യൂ, എക്സ്ട്രാക്റ്റീവ് വാല്യൂ, സ്വെല്ലിംഗ് ഇൻഡെക്സ് ആൻഡ് ഫോർ മെറ്റീരിയൽസ് ഒക്കെ നോക്കാറുണ്ട് എന്നുള്ളതാണ്. സോ മോയ്സ്ചർ കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ മോയ്സ്ചർ കണ്ടന്റ് പ്രിവെന്റ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് മൈക്രോബിയൽ കണ്ടാമിനേഷൻ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ 150 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടോ ഇല്ലയോ നമ്മൾ അറിയുന്നത്. ഇനി വിസ്കോസിറ്റിയുടെ കാര്യത്തിൽ പറയുവാണ് എന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് ടു ഫ്ലൂയിഡ് ഫ്ലോ, അതായത് നമുക്ക് ഫ്ലൂയിഡ് മര്യാദയ്ക്ക് ഫ്ലോ ചെയ്യുന്നില്ല അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഫ്ലോ ചെയ്യാനായിട്ട് പറ്റില്ല, റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. മെഷർ ഇൻ പോയിസ് ഓർ സെൻട്രി പോയിസ്, നിങ്ങൾക്ക് ഇത് ഓൾറെഡി അറിയാം, സ്യൂട്ടിക്സിൽ പഠിച്ചതാണ്. ഇനി മെൽറ്റിംഗ് പോയിന്റ് ആണ്. പ്യൂരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പ്യുവർ സബ്സ്റ്റൻസിന് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും. സോലബിലിറ്റി ആണെങ്കിലോ സോളിഡോ ലിക്വിഡിലോ ക്രൂഡ് ഡ്രഗ്സ് ഫിക്സഡ് ആയിരിക്കും സോലബിലിറ്റിയുടെ കാര്യത്തിൽ. അപ്പം അഡൾട്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ മാറ്റം ഉണ്ടായിരിക്കും. ഒപ്റ്റിക്കൽ റൊട്ടേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഒരു സബ്സ്റ്റൻസിന് അല്ലെങ്കിൽ എബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ടു റൊട്ടൈൻ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്, പ്ലെയിൻ പോളറൈസ് ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാം, ഒപ്റ്റിക്കൽ റൊട്ടേഷൻ എന്ന് പറയാം. ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണെങ്കിലോ ചേഞ്ച് ഇൻ ലൈറ്റ് സ്പീഡ് വെൻ പാസിംഗ് ത്രൂ എ സബ്സ്റ്റൻസ്. സോ നമ്മൾ സബ്സ്റ്റൻസിലൂടെ കടത്തി വിടുമ്പം എന്ത് ചെയ്യുന്നു, ചേഞ്ച് ഇൻ ലൈറ്റ് സ്പീഡ് ആണ് എന്നുള്ളതാണ്. എക്സാമ്പിൾ ക്ലോവ് ഓയിലൊക്കെയാണ്. ആഷ് വോളിയം ആണ് എന്നുണ്ടെങ്കിൽ ടോട്ടൽ ആഷ് വാല്യൂ നോക്കാറുണ്ട്. ആസിഡ് ഇൻസോലബിൾ ആഷ് നോക്കാറുണ്ട്. സൾഫേറ്റ് ആഷ് നോക്കാറുണ്ട്. ടോട്ടൽ ആഷ് വാല്യൂ ആണെങ്കിൽ ഇമ്പ്യൂരിറ്റി ഉണ്ടോ എന്നുള്ളത്. ആസിഡ് ഇൻസോലബിൾ ആഷ് ആണെങ്കിൽ എർത്തി മെറ്റീരിയൽസ് ഉണ്ടെന്ന് അറിയുന്നത്. സൾഫേറ്റ് ആഷ് ആണെങ്കിൽ പ്രസൻസ് ഓഫ് സൾഫർ ഉണ്ടെന്ന് അറിയുന്നതാണ്. ഇനി വാട്ടർ സോലബിൾ ആഷ് ആണ് എന്നുണ്ടെങ്കിൽ ഡിറ്റർമൈൻസ് ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ ആഷ് ആൻഡ് ഇറ്റ്സ് വാട്ടർ ഇൻസോലബിൾ റെസിഡ്യൂ. എങ്ങനെയാണ് ചെയ്യുന്നത്, വാട്ടർ സോലബിൾ ആഷ് കണ്ടുപിടിക്കുന്നത്, ഡിറ്റർമൈൻസ് ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ ആഷ് വാല്യൂ എടുക്കുക ആൻഡ് വാട്ടർ ഇൻസോലബിൾ റെസിഡ്യൂസ് നോക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ വാട്ടർ സോലബിൾ ആഷ് നമ്മൾ നോക്കുന്നു എന്നുള്ളതാണ്. ഇനി എക്സ്ട്രാക്ഷൻ വാല്യൂസ് ആണ്. അവിടെ തന്നെ വാട്ടർ സോലബിൾ എക്സ്ട്രാക്റ്റീവ്സ്, ഈതർ സോലബിൾ എക്സ്ട്രാക്റ്റീവ്സ്, ആൽക്കഹോൾ സോലബിൾ എക്സ്ട്രാക്റ്റീവ്സ് ഉണ്ട്. അതിന് എക്സാമ്പിൾ സ്റ്റാനിൻ ഷുഗർ മ്യൂസിലേജ് ആണെങ്കിൽ വാട്ടർ സോലബിൾ, ഈതർ ആണെങ്കിൽ വോളറ്റിൽ ഓയിൽ, നോൺ വോളറ്റിൽ ഓയിൽ, ആൽക്കഹോൾ ആണെങ്കിൽ റെസിൻസും ടാനിൻസും. ഇനി സ്വെല്ലിംഗ് ഇൻഡെക്സ് നോക്കാറുണ്ട്, നമ്മൾ പണ്ട് മുതലേ ചെയ്യുന്നതാണ്. സോ വോളിയം ഓക്യുപൈ ബൈ 1 gram ഓഫ് ഡ്രഗിന് സ്പെസിഫിക് കണ്ടീഷൻ, എത്ര അതിന് സ്വെല്ല് ചെയ്യുന്നു അല്ലെങ്കിൽ എത്ര സബ്സ്റ്റൻസ് അത് ഓക്യുപൈ ചെയ്യുന്നു എന്നുള്ളതാണ്. ഫോർ മെറ്റൽസ് ആണെങ്കിൽ അറിയാമല്ലോ, നമുക്ക് അതായത് ഒരിക്കലും നമ്മൾ ഫോർ മെറ്റൽസ് പറയില്ല, അത് നള്ളായിരിക്കണം. പക്ഷെ ചില കണ്ടീഷനിലൊക്കെ സ്പെസിഫിക് ആയിട്ട് പറയാറുണ്ട്. അല്ലെങ്കിൽ ലോ ക്വാളിറ്റി ഡ്രഗിലൊക്കെ ഒരുപാട് ഫോർ മെറ്റീരിയൽസ് ഉണ്ടാവാറുണ്ട്. ഈ മൈക്രോസ്കോപ്പിക് ഇവാലുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മൾ ആക്ച്വലി നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ഡ്രഗ് അഡൾട്രേറ്റ് ആണോ അല്ലയോ എന്നൊക്കെ നമ്മൾ വെരിഫൈ ചെയ്യുന്നത്. ഇവിടെയാണ് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഹിസ്റ്റോളജിക്കൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് പോലെ തന്നെ കേട്ടോ. സോ ഇവിടെ നമ്മൾ സാമ്പിൾസ് പൗഡർ ചെയ്ത് തിൻ സെക്ഷൻസ് ആയിട്ടോ ഈവൻ മാസ്റ്ററേഷൻ വരെ നമ്മൾ ചെയ്ത് നോക്കാറുണ്ട്. അവിടെ സ്റ്റൊമാറ്റ, ട്രൈക്കോംസ്, കാൽഷ്യം ഓക്സലേറ്റ്, ക്വാണ്ടിറ്റേറ്റീവ് മൈക്രോസ്കോപ്പ് വരെ നോക്കാറുണ്ട്. സ്റ്റൊമാറ്റോ തന്നെയാണെങ്കിൽ പാരാസൈറ്റിക്, ഡയസൈറ്റിക്, അനിസോസൈറ്റിക്, അനമോസൈറ്റിക് ആൻഡ് ആക്ടിനോസൈറ്റിക് എന്ന് പറയുന്നുണ്ട്. പാരയാണെങ്കിൽ 2 ആയിരിക്കും. ഡൈസൈറ്റിക് ആണെങ്കിൽ 2 സബ്സിഡറി സെല്ലായിരിക്കും അറ്റ് റൈറ്റ് ആംഗിൾ ആയിരിക്കും. പാരാസൈറ്റിക് ആണെങ്കിൽ 2 പാരലി സബ്സിഡറി സെൽസ് ആയിരിക്കും. ഇനി അനിസോസൈറ്റിക് ആണ് എന്നുണ്ടെങ്കിൽ 3 സബ്സിഡറി സെൽസ് ആണ്. അനമോസൈറ്റിക് ആണെങ്കിൽ വീരിങ് സബ്സിഡറി സെൽസ് ആണ്. ആക്ടിനോസൈറ്റിക് ആണെങ്കിൽ സറൗണ്ട് ബൈ റേഡിയേറ്റിംഗ് സെൽസ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പഠിക്കുന്ന ആൾക്കാർ എന്തായാലും ഇത് പഠിച്ചു വെക്കുക, ബിക്കോസ് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്.
ഇനി ട്രൈക്കോംസ് തന്നെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഹെയറി ലൈക്ക് എപ്പിഡെർമൽ സ്ട്രക്ചറിനെയാണ് നമ്മൾ ട്രൈക്കോംസ് എന്ന് പറയുക. ഇതിന്റെ പുറത്തൊക്കെ ഈ നക്സോമിക്കയുടെ പുറത്തൊക്കെ ട്രൈക്കോംസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ കവറിംഗ് ട്രൈക്കോംസ് ആണെങ്കിൽ പ്രൊട്ടക്റ്റീവ് റോളാണ്. ഗ്രാനുലർ ട്രൈക്കോംസ് ആണെങ്കിൽ സെക്രീറ്ററി സബ്സ്റ്റൻസ്, നമ്മൾ തൊടുമ്പോൾ ഒരു പശയൊക്കെ തോന്നാറില്ലേ, അതായിരിക്കും. ആൻഡ് ഹിഡൻഡോൺസ് ഉണ്ട്, എക്സ്ക്രീറ്റ് വാട്ടർ ഫ്രം ലീഫ് സബ്സ്റ്റൻസ്, ലീഫിൽ നിന്ന് വെള്ളം പുറത്തേക്ക് എക്സ്ക്രീറ്റ് ചെയ്യുന്നതാണ്. ആൻഡ് കാൽഷ്യം ഓക്സലേറ്റ്സ്. സോ ഡിഫറെന്റ് ഫോംസിലാണ് കാൽഷ്യം ഓക്സലേറ്റ്സ് ഉണ്ടാവുക. ഫോം ടു ന്യൂട്രലൈസ് ഹാർംഫുൾ ഓക്സാലിക് ആസിഡ്. സോ ഓക്സാലിക് ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. സോ ക്വാണ്ടിറ്റേറ്റീവ് മൈക്രോസ്കോപ്പിയിലാണ് നമ്മൾ സ്റ്റോമൽ നമ്പർ, സ്റ്റൊമാറ്റൽ ഇൻഡെക്സ്, വെയിൻ ഐലറ്റ് നമ്പർ, വെയിൻ ടെർമിനേഷൻ നമ്പർ ആൻഡ് പാലിസൈഡ് റേഷ്യോ ഒക്കെ നോക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് കെമിക്കൽ ഇവാലുവേഷൻ ആണ്. ഇവിടെ നമ്മൾ കെമിക്കൽ ടെസ്റ്റ് ആയിരിക്കും ചെയ്യുക. ആൽക്കലൂഡ് ടെസ്റ്റ് ആണെങ്കിൽ മേയേഴ്സ് ടെസ്റ്റ്, വാഗ്നേഴ്സ് ടെസ്റ്റ്. മേയേഴ്സ് ആണെങ്കിലോ യെല്ലോ PPT ആണ്, ആൻഡ് വാഗ്നേഴ്സ് ആണെങ്കിൽ റെഡിഷ് ബ്രൗൺ PPT ആയിരിക്കും. സോ ഗ്ലൈക്കോസൈഡ് ടെസ്റ്റ് ഉണ്ട്, അവിടെ തന്നെ ബോൺടാഗോസ് ടെസ്റ്റ്, ലീഗൽ ടെസ്റ്റ്. ബോൺടാഗോസ് ആണെങ്കിലോ ചെറി റെഡ് അമോണിക്കൽ ലെയർ ഫോർ ദി ആന്ത്രോക്രോൺ ഗ്ലൈക്കോസൈഡ്സ്. ലീഗൽ ടെസ്റ്റ് ആണെങ്കിൽ കാർഡിയാക് ഗ്ലൈക്കോസൈഡ്. സോ ഇതിന്റെ ടെസ്റ്റുകൾ നമ്മൾ റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കുക. കാര്യം ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇതിന് അധികം ഫർദർലി എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. സഫോൺ ഗ്ലൈക്കോസൈഡ് ടെസ്റ്റ് ആണെങ്കിലോ ഫ്രോത്ത് ടെസ്റ്റ് ആണ്, എത്രത്തോളം ഫോം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഫിനോളിക് കോമ്പൗണ്ട് ആൻഡ് ടാനൻസ് ആണെങ്കിൽ ഫെറിക് ക്ലോറൈഡ് ടെസ്റ്റ് ആണ്, ബ്ലൂ ബ്ലാക്ക് കളറാണ് കിട്ടുക. പ്രോട്ടീൻ ആൻഡ് അമിനോ ആസിഡ്സ് ആണെങ്കിൽ മിൽനേഴ്സ് ടെസ്റ്റ് ആണ്, റെഡ് പ്രസിപ്പിറ്റേറ്റ് ഓൺ ഹീറ്റിംഗ് ആണ്. ആൻഡ് ബയോറെഡ് ടെസ്റ്റ് ആണെങ്കിൽ വയലറ്റ് കളർ. ഇനി ഫിക്സ്ഡ് ഓയിൽ ആൻഡ് ഫാറ്റ്സ് ആണെങ്കിൽ ഓയിലി സ്റ്റെയിൻസ് ഓൺ ഫിൽട്ടർ പേപ്പർ. നമ്മൾ ഫിൽട്ടർ പേപ്പർ വെക്കുവാണെങ്കിൽ ഓയിലി സ്റ്റെയിൻസ് കിട്ടും. ഇനി കാർബോഹൈഡ്രേറ്റ് ടെസ്റ്റ് ആണെങ്കിൽ മോളിഷ്യേഴ്സ് ടെസ്റ്റ്, ബെനഡിക് ടെസ്റ്റ് ആണ്. മോളിഷ്യേഴ്സ് ആണെങ്കിൽ വയലറ്റ് റിങ്ങും, ബെനഡിക് ആണെങ്കിൽ ഓറഞ്ച് റെഡ് PPT. ഗംസും മ്യൂസിലേജും ആണെങ്കിൽ റുതീനിയം റെഡ് ടെസ്റ്റ് ആണ്, റെഡ് പിങ്ക് കളറാണ് എൻഡ് പോയിന്റ് ആയിട്ട് നമുക്ക് വരിക. ഇനി ബയോളജിക്കൽ ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ യൂസ്ഡ് വെൻ കെമിക്കൽ ഓർ ഫിസിക്കൽ മെത്തേഡ് ഇൻസഫിഷ്യന്റ്. നമ്മൾ കെമിക്കൽ ചെയ്തു, ഫിസിക്കൽ ചെയ്തു, നമുക്ക് ഇൻസഫിഷ്യന്റ് ആണെങ്കിലാണ് നമ്മൾ ചെയ്യുന്നത് ബയോളജിക്കൽ റെസ്പോൺസ് നോക്കുക ലിവിംഗ് സിസ്റ്റത്തിൽ. അപ്പോൾ നമ്മൾ ലിവിംഗ് സിസ്റ്റത്തിലേക്ക് നമ്മൾ മെഡിസിൻ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡ്രഗ് കൊടുത്തതിന് ശേഷം റെസ്പോൺസ് എങ്ങനെ എന്നറിയുന്നതാണ് ബയോളജിക്കൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വൺ ഈസ് അനലിറ്റിക്കൽ ഇവാലുവേഷൻ ആണ്. ഇവിടെ നമ്മൾ ക്രോമാറ്റോഗ്രാഫിക് ടെക്നിക്സ് ആണ്. അവിടെ തിൻ ലെയർ ക്രോമാറ്റോഗ്രാഫി, ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രോമാറ്റോഗ്രാഫി, ഗ്യാസ് ക്രോമാറ്റോഗ്രാഫി, ഹൈ പെർഫോമൻസ് തിൻ ലെയർ ക്രോമാറ്റോഗ്രാഫി. സോ തിൻ ലെയർ ആണെങ്കിൽ ക്വിക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും, പെട്ടെന്ന് കിട്ടും, ഡിമെറിറ്റ്സ് കുറവാണ്. ഹൈ പെർഫോമൻസ് ആണെങ്കിൽ ഹയർ റെസൊല്യൂഷൻ ആയിരിക്കും, അണ്ടർ പ്രഷറിലാണ് ഇത് ചെയ്യുക. ഗ്യാസ് ആണെങ്കിൽ എന്താണ്, വോളറ്റൈൽ സബ്സ്റ്റൻസ് ലൈക്ക് എസെൻഷ്യൽ ഓയിലാണ് ചെയ്യുക. ഹൈ പെർഫോമൻസ് തിൻ ലെയർ ക്രോമാറ്റോഗ്രാഫി ആണെങ്കിൽ മോർ എഫിഷ്യന്റ് ദാൻ TLC. തിൻ ലെയർ ക്രോമാറ്റോഗ്രാഫിനേക്കാൾ മോർ എഫിഷ്യന്റ് ആണ് എന്നുള്ളതാണ്. ക്രോമാറ്റോഗ്രാഫിയുടെ ആപ്ലിക്കേഷൻ എന്താണ്? ഇവിടെ നമുക്ക് ഇമ്പ്യൂരിറ്റീസ് അറിയാൻ പറ്റും, സ്റ്റാൻഡർഡൈസേഷൻ നമുക്ക് പോസിബിൾ ആണ്, വൈറ്റമിൻ, എസെൻഷ്യൽ ഓയിൽ, ആൽക്കലോയിഡ്സ് ഒക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഫാർമസ്യൂട്ടിക്കൽ ലൈക്ക് കോസ്മെറ്റിക്സ്, പിന്നെ ഈവൻ എൻവയോൺമെന്റൽ ടെസ്റ്റിംഗ് ഇൻഡസ്ട്രീസിൽ പോലും എന്ത് ചെയ്യാറുണ്ട്, ക്രോമാറ്റോഗ്രാഫി യൂസ് ചെയ്യാറുണ്ട്. ഇതൊരു സിമ്പിൾ പോർഷൻ ആണ്, മിക്കവാറും 10 മാർക്കിനായിരിക്കും ചോദിക്കേണ്ടാവുക. ഒന്നെങ്കിൽ ഇത് ഫുള്ളി ചോദിക്കും ഡിഗ്രിക്കാർക്ക്, ഇല്ലെങ്കിൽ അതിൽ ഓരോന്നായിരിക്കും ചോദിക്കേണ്ടാവുക. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് 10 മാർക്കിനുള്ള എല്ലാ പോയിന്റ്സും അത് കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അനലിറ്റിക്കൽ ഇവാലുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയും മാത്രമേ ഇതിനകത്തുള്ളൂ നോട്ട്. ബയോളജിക്കൽ എന്ന് പറയുമ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ. പക്ഷേ ബയോളജിക്കൽ ആയിട്ട് എന്നിട്ട് ചോദിക്കത്തില്ല. ചോദിക്കുവാണെങ്കിൽ തന്നെയും ഒരു ടോട്ടലി എങ്ങനെയാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുക, മെത്തേഡ് ഓഫ് ഇവാലുവേഷൻ എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. ഇൻസൈഡ് വരുവാണെങ്കിൽ പോലും ടെസ്റ്റുകൾ നിങ്ങൾ നോക്കേണ്ട ആവശ്യമാണ്. സോ ടെസ്റ്റ് ഞാൻ കൊടുത്തേക്കാം, നിങ്ങൾ അതൊന്ന് നോക്കുക. കാര്യം ബിക്കോസ് നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്, ഈ ടെസ്റ്റുകളെല്ലാം നിങ്ങൾ പഠിച്ചതാണ്, ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നോട്ട് മാത്രം വായിച്ചാൽ മതിയായിരിക്കും. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.